കുഞ്ഞിന്റെ അരികിലേക്ക് എത്തി എന്ന് പറയുന്നു. ഈ കന്യാകുമാരിയിൽ നിന്നുള്ള സംഘത്തിന്റെ എന്തെങ്കിലും വിവരം, അന്വേഷണ സംഘത്തിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ നൽകുന്നുണ്ടോ പോലീസ്? എൽദോ, അല്പസമയത്തിന് മുമ്പ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥൻ പ്രധാനമായും നമ്മോട് വ്യക്തമാക്കിയ കാര്യം, അതായത് ഇപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കേന്ദ്രീകരിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ നോക്കിയാണ് പരിശോധിക്കുന്നത്. കൂടാതെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇത് സ്ഥിരീകരണം നടത്തി. ഈ കുട്ടി തന്നെയാണ് പുലർച്ചെ 4 മണിയോടുകൂടി ഇവിടെ വന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത് തങ്ങൾ കാണുകയും ചെയ്തു. ആ സമയത്ത് സംശയം തോന്നിയിരുന്നു, പക്ഷേ സംസാരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇപ്പോൾ ഏകദേശം 7:40 ആവുന്നു. അങ്ങനെ 3 മണിക്കൂറിലധികമായി കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു. അങ്ങനെയെങ്കിൽ കുട്ടിയുടെ കയ്യിൽ ആകെ 50 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. 50 രൂപ ഉണ്ടായിരുന്ന ഒരു പേഴ്സ് നഷ്ടമായിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വളരെ കുറച്ച് തുക മാത്രമേ കുട്ടിയുടെ കയ്യിലുള്ളൂ. ട്രെയിനിലേക്ക് യാത്ര ചെയ്ത് കന്യാകുമാരി വരെ എത്തിയാണ്. അതുകൊണ്ട് തന്നെ നടന്ന് ഏറെ ദൂരം കുട്ടിക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കുട്ടി ഉണ്ടാകാം. സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. തമിഴ്നാട് പോലീസുമായി കേരള പോലീസ് ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെയും കൃത്യമായ രീതിയിൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. RPFന് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. RPF നേരത്തെ തന്നെ ഈ കുട്ടി യാത്ര ചെയ്ത ആ ഒരു ട്രെയിൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. പൂർണ്ണമായും ആ ട്രെയിനിലുണ്ടായിരുന്ന കോച്ചുകളും പൂർണ്ണമായും ഈ RPF പരിശോധന നടത്തിയിരുന്നു. കാരണം വീണ്ടും തിരികെ ഏതെങ്കിലും തരത്തിൽ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വീണ്ടും കുട്ടി ട്രെയിനകത്തേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ച് ഈ ട്രെയിനിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി, ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും കുട്ടി ആ ട്രെയിനിൽ ഇല്ല എന്ന് ഒടുവിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാക്ക് കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കേന്ദ്രീകരിച്ച് ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്തായാലും 4 മണിക്കൂറിയാണ് കുട്ടി അവിടെ എത്തിയത്. ഏകദേശം 22 മണിക്കൂറോളം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടിയെ കാണാതായിട്ട്, ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 13 വയസ്സുകാരിയെ കാണാതായിട്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോട് കൂടിയാണ് കുട്ടിയെ കാണാതാകുന്നത്. ആ സമയത്ത് ഈ മാതാപിതാക്കൾ വീട്ടിലായിരുന്നു. അനിയത്തിയുമായി വഴക്കിട്ടതിനെ തുടർന്ന് അതിൽ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു. ഇതിൽ വിഷമം കൊണ്ടാണ് കുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ്, അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് സംഘം എത്തുന്നത്. എന്തായാലും തുടർന്ന് വലിയ രീതിയിലുള്ള വ്യാപകമായ തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം DCP ഉൾപ്പെടെയുള്ളവർ അവിടെ നേരിട്ടെത്തി കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൃത്യമായി അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കുട്ടി ഉണ്ടോ? കാരണം നമുക്കറിയാം, കഴിഞ്ഞ 6 മാസ കാലയളവിൽ ആയിട്ടേ ഉള്ളൂ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടിയെ കാണാതാവുകയും പിന്നീട് വലിയ തിരച്ചിൽ നടത്തി ആ കുട്ടിയെ കണ്ടെത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ആദ്യം പോലീസ് എത്തിയെങ്കിൽ പോലും തന്നെ പിന്നീടാണ് നിർണായകമായ ആ ബബിത എന്ന വിദ്യാർത്ഥിനി ട്രെയിനിൽ കുട്ടി കരയുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടതിനെ തുടർന്ന്, സംശയം തോന്നിയതിനെ തുടർന്ന് ആ ഫോട്ടോ എടുക്കുന്നു. അത്തരത്തിൽ ആ ഒരു നിർണായകമായ വിവരം പോലീസിന് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയതാകാം എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് സമീപത്തേക്ക്, അതായത് ഈ നെയ്യാറ്റിൻകര വരെയായിരുന്നു ബബിത സഞ്ചരിച്ചിരുന്നത്. അതിനുശേഷം പാറശാല വരെ കുട്ടി എത്തിയെന്നുള്ള സ്ഥിരീകരണം ആദ്യം എത്തുന്നു. അതിനുശേഷം കന്യാകുമാരിയിലേക്ക് 5 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. ഈ 5 സ്റ്റേഷനുകളും കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് അന്വേഷണ സംഘം ഒടുവിൽ കന്യാകുമാരിയിൽ എത്തുന്നത്. അവിടെ ഓട്ടോ ഡ്രൈവർമാരെയും ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ പോലീസ് കൃത്യമായി ദൃശ്യങ്ങൾ കാണിച്ച്, കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അത് ഒടുവിൽ വിജയം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഓട്ടോ ഡ്രൈവർമാർ കുട്ടി 4 മണിയോടുകൂടി ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ടുള്ള സ്ഥിരീകരണം വരുന്നു. അങ്ങനെ അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എൽദോ, ഈ കുട്ടിയുടെ ഈ 13 വയസ്സുകാരിയുടെ അടുത്തേക്ക് നമ്മുടെ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കും. കഴക്കൂട്ടത്തു നിന്നുള്ള 5 അംഗ സംഘത്തിന് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. എന്നാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കന്യാകുമാരി ഭാഗത്തുണ്ടെങ്കിൽ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് മഞ്ഞ, ആ ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആ കുട്ടി ആ സമയത്ത് ഉണ്ടായിരുന്ന, പോകുന്ന സമയത്ത് ധരിച്ചിരുന്നു, എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് അതേ ഡ്രസ്സിൽ ഇറങ്ങി പോവായിരുന്നു തോന്നുന്നു. അതെ, ഒരു ചുവന്ന വള്ളിച്ചെരുപ്പമാണ് ഇട്ടിരിക്കുന്നത്. ഈ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഉടുപ്പ് കാണുക, അത് ഒരു ഓഫ് വൈറ്റ് ആണ്. താഴെ ഒരു പിങ്ക് കളർ പാന്റുമുണ്ട്. ഒപ്പം ഒരു ബാഗ്, നീല നിറത്തിലുള്ള ഒരു ബാഗും ആ കുഞ്ഞിന്റെ കയ്യിലുണ്ട്. ഒരു ചുവന്ന വള്ളിച്ചെരുപ്പാണ്
തീർച്ചയായിട്ടും ചിത്രങ്ങളാണ് എപ്പോഴും ഇത്തരത്തിൽ മിസ്സിംഗ് കേസുകൾ നിർണായകമാവുക. അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി കാർഡുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനം CCTV ദൃശ്യങ്ങൾ കൂടിയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, അതിനുശേഷം പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നുണ്ടാകാം പോലീസ്. അയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ഒപ്പം അവിടെയുള്ള പരിസരത്തുള്ള കടകളിലൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കും. എന്തായാലും ഏറ്റവും വലിയ ആശ്വാസം കന്യാകുമാരി വരെ അവിടെ ട്രെയിനിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഇടയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം വളരെ വേഗത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും. കുട്ടിയുടെ അരികിലേക്ക് പോലീസ് എത്തുന്നു ഈ നിമിഷത്തിൽ എന്ന പ്രധാനപ്പെട്ട കാര്യം, ആശ്വാസകരമായ വാർത്തയാണ് പ്രേക്ഷകരുമായി ഇങ്ങോട്ട് നടന്നു പോവായിരുന്നോ കുട്ടി? അവര് ബീച്ച് സൈഡിലേക്ക് അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും അങ്ങനെ അയാളെ പറഞ്ഞോ? അല്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഫോട്ടോ കാണിച്ച് അവര് കണ്ടു എന്ന് പറയുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ നടന്നാണ് ഈ ബീച്ച് ഭാഗത്തേക്ക് പോകുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ നോക്കിയോ? ഈ സ്റ്റേഷനിലുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, ഇതുവരെയും കണ്ടില്ല. പുറത്തുണ്ടോ സാറേ CCTV ദൃശ്യങ്ങൾ? പുറത്ത് റോഡിലേക്ക് പുറത്തില് ഉണ്ട്. അത് പരിശോധിക്കുന്നു. അവിടെ പിന്നെ ലോക്കൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. DSP സാറ് രാവിലെ വന്നിരുന്നു. ഞാൻ DSP സാറ് മഹേഷ് സാർ ഇവിടെ വന്നിരുന്നു. സാറും അവരുടെ ടീമെല്ലാം വെളിയിൽ പരിശോധിക്കുന്നു. ഈ ബീച്ചിലേക്ക് പോലീസ് അങ്ങ് പോയിട്ടുണ്ടോ ഇപ്പൊ തെരയാൻ? ഉണ്ട്. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് സാറേ ബീച്ചിലേക്ക്? ബീച്ചിലേക്ക് റോഡായിട്ട് 1 കിലോമീറ്റർ. കുട്ടിക്ക് നടന്നു പോകാനുള്ള ദൂരം അത്ര. ആ ഭാഗത്തെല്ലാം CCTV ക്യാമറ ഉണ്ടല്ലേ? ആ ഭാഗത്ത് കടയുടെ ക്യാമറകളും അങ്ങനെയുള്ള ക്യാമറകളൊക്കെ കാണും. ഇല്ല. അതായത് ഈ കുട്ടി ഇന്നലെ വൈകിട്ട് വന്ന ശേഷം റെയിൽവേ സ്റ്റേഷൻ തന്നെ നിൽക്കുകയായിരുന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഇല്ല, റെയിൽവേ സ്റ്റേഷനിലില്ലായിരുന്നു. പിന്നെ എങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ രാവിലെ ഈ 5:30 ഈ ട്രെയിൻ രാവിലെ വന്നതാണ്. ചെന്നൈയിൽ നിന്ന് കന്യാകുമാരിക്ക് വന്ന ട്രെയിനാണ്. അങ്ങനെ കണ്ടുവെങ്കിൽ ചിലപ്പോൾ ഈ ട്രെയിനിൽ വന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ CCTV നോക്കുന്നുണ്ട്. അതായത് ഈ കുട്ടി കന്യാകുമാരി ട്രെയിൻ വന്ന ശേഷം പിന്നീട് പുറത്തുപോയി തിരിച്ചു വന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ സ്റ്റേഷൻ പരിസരത്ത് ആരും കണ്ടിട്ടില്ല. സ്റ്റേഷന് വെളിയിലാണ്, റോഡ് സൈഡിലാണ് കണ്ടുവന്ന ആട്ടോക്കാർ പറയുന്നത്. ഒരു വ്യക്തതയ്ക്ക് ഇന്നലെ ഇപ്പൊ കേരള പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് 12 മണി കുട്ടി ട്രെയിൻ കയറി ഐലൻഡ് എക്സ്പ്രസിൽ ഇന്നലെ 3:30 ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് എന്തെങ്കിലും CCTV വിഷയം കിട്ടുന്നുണ്ടോ? അല്ല, ഇവിടെ വന്നിട്ടില്ല. അതാണെങ്കിൽ നിങ്ങളുടെ നിഗമനം അനുസരിച്ച് രാവിലെ അങ്ങനെ ഇപ്പൊ 5:30 ശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. ഈ രാത്രി കണ്ടില്ല എന്ന് പറയുന്നത് നമ്മൾ രാത്രി തുടർച്ചയായിട്ട് പരിശോധന നടത്താം. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഇന്നലെ കണ്ടിട്ടില്ല. അതായത് വൈകിട്ട് ട്രെയിൻ വന്നതിന് ശേഷം പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു ആ സാധ്യതയില്ല. രാത്രി ഫുള്ളായിട്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ റോന്താണ്. കാരണം ഏരിയ കുറച്ചായതുകൊണ്ട് ഇവിടെ വെയിറ്റിംഗ് റൂം ഇവിടെ എല്ലാം നോക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ കന്യാകുമാരി ട്രെയിൻ തന്നെയല്ലേ കുട്ടി വന്നിരിക്കുന്നത് ഇവിടെ? അത് അറിയാൻ പാടില്ല, ഏതിലാണ് വന്നതെന്ന് അറിയാൻ പാടില്ല. ഈ ട്രെയിൻ വന്ന സമയത്ത് വെളിയിൽ കണ്ടു എന്നാണ് ആട്ടോക്കാർ പറയുന്നത്. ശരി, ഏതായാലും ബീച്ചിന് സമീപം കണ്ടുവെന്നുള്ള ഏറ്റവും പുതിയ വിവരം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ 1 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ചിലേക്കുള്ളത്. നടന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം. ബാഗുണ്ട്. എന്തായാലും അവിടെ ആളുകൾ തിരിച്ചറിയും. അവിടെ പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എൽദോ, രണ്ട് കാര്യം, അതായത് ഒന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ബീച്ച് പരിസരത്തേക്കാണ് കുഞ്ഞു പോയത്. ബീച്ചിന്റെ അവിടെ കണ്ടു എന്നും ആളുകൾ പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും ആ കന്യാകുമാരി പ്രദേശത്ത് തന്നെ കുഞ്ഞുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ബീച്ചിലേക്ക്, ബീച്ച് പരിസരത്ത്. അപ്പോൾ നടന്നു പോകാനുള്ള സാഹചര്യമേ ഉള്ളൂ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായും കുഞ്ഞ് കൂടുതൽ ദൂരമൊന്നും പോയിട്ടുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ ഉടുപ്പ് തന്നെയാണ് ആ കുഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇത് നേരത്തെ പഴയ ചിത്രമാണ്. പക്ഷെ ഇതിൽ നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നു. മറ്റേതിൽ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ്. വീട്ടിൽ നിന്ന രീതിയിൽ നമുക്കൊരു ആ ഡ്രസ്സ് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഒപ്പം കരഞ്ഞു, അതാണ് അവിടെ ശ്രദ്ധിച്ചത്. ഒരുപക്ഷെ മുഖത്തൊക്കെ സന്തോഷമായിട്ടിരിക്കുമായിരുന്നെങ്കിൽ ശ്രദ്ധിക്കില്ലായിരുന്നു ബബിത. ഇത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ദൂരേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ വഴക്ക് പറഞ്ഞതിന്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. മുഖത്തുണ്ട് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട്. എന്തായാലും അരമണിക്കൂറിനകത്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തന്നെ കുഞ്ഞിലേക്ക് എത്തും, ഉറപ്പാണ്. തസ്മിക്ക് എവിടെയെന്നുള്ള ചോദ്യം എന്തായാലും കന്യാകുമാരിയിലുണ്ട്. കന്യാകുമാരി പരിസരത്ത് ഇപ്പോൾ എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരിക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അപ്പൊ പോലീസ് ഒട്ടൻ തന്നെ തസ്മിക്കിലേക്ക് എത്തും അല്ലെ എന്നുള്ള പ്രതീക്ഷ വെക്കുന്നു. അസം സ്വദേശികളാണ് മാതാപിതാക്കൾ. അവർ വളരെ റീസെന്റ് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ സ്കൂളിൽ ചേർത്തതും ഒക്കെ. ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യുന്നവരാണ് രണ്ടുപേരും. അവരുടെ ഒരു സങ്കടവും ചേർക്കാൻ ആഗ്രഹിച്ചായിരിക്കും അവിടെ വന്ന് താമസിച്ചത് എന്നാണ് നേരത്തെ MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവിടെ